പ്രൊഫഷണൽ കോളേജ് പഠനത്തിനായി ഇടുക്കിയിൽ നിന്ന് കോതമംഗലത്തെത്തിയ 18-കാരി തിരഞ്ഞെടുത്തത് മയക്കുമരുന്ന് വിൽപ്പന. യുവതിയും സുഹൃത്തും 37 ഗ്രാം MDMA-യുമായി എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ട്. പഠിക്കാനെത്തി പക്ഷേ അഴിക്കുള്ളിലായി. ലഹരി വിൽപ്പനയുടെ പാഠങ്ങളാണ് അവളെ അഴിക്കുള്ളിലാക്കിയത്. ഇടുക്കിയിൽ നിന്ന് കോതമംഗലം ടൗണിൽ സ്വകാര്യ പ്രൊഫഷണൽ കോളേജിൽ പഠിക്കാനെത്തിയ റിസാന ഫാത്തിമ, സുഹൃത്ത് കോതമംഗലം ഇരമല്ലൂർ സ്വദേശി അനന്തു പ്രസാദ് എന്നിവരാണ് കോതമംഗലം എക്സൈസിന്റെ പിടിയിലായത്. 18 വയസ്സ് മാത്രമേ ഉള്ളൂ റിസാനയ്ക്ക്. അനന്തുവിന് 24. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്പെഷ്യൽ ഡ്രൈവിലാണ് ഇരുവരും വീണത്. ബംഗളൂരുവിൽ നിന്നാണ് മാരക ലഹരി മരുന്ന് ഇവർ കോതമംഗലത്ത് എത്തിച്ചതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിൽപ്പനയായിരുന്നു ലക്ഷ്യം. 37 ഗ്രാം ലഹരിയാണ് പിടികൂടിയത്. ലഹരി ഇടപാടുകൾക്കായി ഇവർ ഉപയോഗിച്ചിരുന്ന 3 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. കോളേജ് പഠനത്തിന് എത്തിയെങ്കിലും പെൺകുട്ടി ഏതാനും മാസങ്ങൾക്കുള്ളിൽ പഠനം ഉപേക്ഷിച്ച് ലഹരി വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ ഏതാനും പേര് ചേർന്നാണ് ഇത്തരം ഡ്രഗ്സ് വിതരണം ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലായത്. പെൺകുട്ടി സിന്തറ്റിക് ഡ്രഗ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടെന്നൊരു വിവരം നമുക്ക് ലഭിക്കുകയും നമ്മളതിനെ ഫോളോ ചെയ്യുകയും അവര് വന്ന സമയത്ത് നമുക്ക് അവരെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 37.229 ഗ്രാം MDMA നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 0.5 ഗ്രാം MDMA പോലും ജാമ്യം പോലും കിട്ടാത്ത കുറ്റമാണെന്നിരിക്കെയാണ് ഇത്ര വലിയ ഒരു അളവിൽ സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. കോതമംഗലത്ത് സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണിത്. ഇവർക്ക് ലഹരി കൈമാറിയ സംഘത്തിനു വേണ്ടി അന്വേഷണത്തിലാണ് എക്സൈസ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.